ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നിങ്ങൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ നേടാൻ ഒരുപാടുണ്ട്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് എ ലോട്ട് ടു ഗെയിൻ. You have nothing to lose but a lot to gain. Nothing to lose എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാണ്. A lot to gain എന്ന് പറഞ്ഞാൽ നേടാൻ ഒരുപാടുണ്ട് എന്നാണ്. നമ്മൾ സാധാരണ എക്സാമിൻ്റെ സമയത്ത് നന്നായിട്ട് സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കുമല്ലേ. അപ്പം അങ്ങനെ പഠിക്കുന്നതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഹിറ്റ് ദ ബുക്സ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ഇന്ന് രാത്രി പുറത്തു പോകാൻ കഴിയില്ല, എനിക്ക് പഠിക്കണം എന്ന് പറയണം. ഐ കാൺട്ട് ഗോ ഔട്ട് ടുനൈറ്റ്, ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ്. ഐ കാൺട്ട് ഗോ ഔട്ട് ടുനൈറ്റ്, ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ്. ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നാണ്. അപ്പം ഐ കാൺട്ട് ഗോ ഔട്ട് ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് രാത്രി പുറത്തു പോകാൻ കഴിയില്ല എന്നാണ്. ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണം. അപ്പോൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം അല്ലേ. അപ്പം അതിനാണ് ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞത്. ചില ആളുകൾ രാവിലെ ഒത്തിരി ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നത്. അവർക്ക് പറയുന്ന പേരാണ് ലേറ്റ് റൈസർ. അപ്പം അവൻ രാവിലെ എഴുന്നേൽക്കുന്ന ശീലമില്ലാത്ത ആളാണ് എന്ന് പറയാൻ ഹീ ഈസ് എ ലേറ്റ് റൈസർ എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് എ ലേറ്റ് റൈസർ എന്ന് പറഞ്ഞാൽ അവൻ വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ് എന്നാണ് മീനിങ്. ഹീ ഈസ് എ ലേറ്റ് റൈസർ. ഇതേപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പം ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അതിരാവിലെ എണീക്കും. അങ്ങനെയുള്ളവരെ ഏർലി റൈസർ എന്നാണ് പറയുന്നത്. അപ്പം അവനൊരു നേരത്തെ എണീക്കുന്ന ശീലമുള്ള ഒരാളാണ് എന്ന് പറയാൻ ഹീ ഈസ് ആൻ ഏർലി റൈസർ എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് ആൻ ഏർലി റൈസർ. അടുത്തത്, ഞാൻ എൻ്റെ ID കാർഡുകൾ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. ഡു ഐ ഹാവ് ടു ക്യാരി മൈ ID കാർഡ്സ്? ഡു ഐ ഹാവ് ടു ക്യാരി മൈ ID കാർഡ്സ്? ഡു ഐ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ക്യാരി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. അപ്പം ഞാൻ എൻ്റെ ID കാർഡുകൾ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു ഐ ഹാവ് ടു ക്യാരി മൈ ID കാർഡ്സ് എന്ന് ചോദിക്കുന്നത്. അടുത്തത്, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്നെ അറിയിക്കൂ എന്ന് പറയണം. ലെറ്റ് മീ നോ ഇഫ് യു ആർ ഫ്രീ. ലെറ്റ് മീ നോ ഇഫ് യു ആർ ഫ്രീ. ഇഫ് യു ആർ ഫ്രീ എന്ന് പറഞ്ഞാൽ നീ ഫ്രീ ആണെങ്കിൽ എന്നാണ്. ലെറ്റ് മീ നോ എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കൂ എന്നുള്ള അർത്ഥമാണ്. അപ്പം ലെറ്റ് മീ നോ ഇഫ് യു ആർ ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്നെ അറിയിക്കൂ എന്നാണ് മീനിങ്. അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, നിൻ്റെ ദുശീലങ്ങളെല്ലാം നീ ഉപേക്ഷിക്കുക. അതെങ്ങനെയാണ് പറയുന്നത്? ഗിവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്. ഗിവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്. ബാഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദുശീലങ്ങൾ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പം ഗിവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ദുശീലങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് മീനിങ്. അടുത്തത്, അവൻ്റെ ജോലിയിൽ അവൻ തൃപ്തനാണോ എന്ന് ചോദിക്കണം. ഈസ് ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ജോബ്? ഈസ് ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ജോബ്? സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുക. അപ്പം അവൻ്റെ ജോലിയിൽ തൃപ്തനാണോ എന്ന് ചോദിക്കാനാണ് ഈസ് ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ജോബ് എന്ന് പറയുന്നത്. നീ രാവിലെ എന്നെ വിളിച്ചുണർത്തുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വിൽ യു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്? വിൽ യു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്? വേക്ക് മീ അപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചുണർത്തുക എന്നാണ്. അപ്പം നീ എന്നെ രാവിലെ വിളിച്ചുണർത്തുമോ എന്ന് ചോദിക്കാനാണ് വിൽ യു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്. അടുത്തത്, റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് നിനക്ക് ആശങ്കയുണ്ടോ അല്ലെങ്കിൽ പേടിയുണ്ടോ എന്ന് ചോദിക്കണം. ആർ യു വറീഡ് അബൌട്ട് ദ റിസൾട്ട്? ആർ യു വറീഡ് അബൌട്ട് ദ റിസൾട്ട്? വറി എന്ന് പറഞ്ഞാൽ വിഷമിക്കുക അല്ലെങ്കിൽ ആശങ്കപ്പെടുക എന്നൊക്കെയാണ് മീനിങ്. അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ആശങ്കയുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു വറീഡ് അബൌട്ട് ദ റിസൾട്ട്. അടുത്തത്, നീ എന്താണ് ബസ്സിൽ കയറാഞ്ഞത്? Why didn't you get on the bus?
വൈ ഡിഡിൻറ്റ് യു ഗെറ്റ് ഓൺ ദ ബസ്? ഗെറ്റ് ഓൺ ദ ബസ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറുക. അപ്പം ബസ്സിൽ കയറാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാനാണ് വൈ ഡിഡിൻറ്റ് യു ഗെറ്റ് ഓൺ ദ ബസ്. നമ്മൾ സാധാരണ അവധി ദിവസങ്ങളിൽ സാധാരണ കിടന്നുറങ്ങുന്ന സമയത്തേക്കാളും കൂടുതൽ കിടന്നുറങ്ങും അല്ലേ? അപ്പം അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് സ്ലീപ്പ് ഇൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എണീക്കുന്ന ആ സമയത്തേക്കാളും കൂടുതലായിട്ട് കിടന്നുറങ്ങുക. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ ശനിയാഴ്ചകളിൽ എന്നും കിടന്നുറങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം കിടന്നുറങ്ങാറുണ്ട് എന്ന് പറയാൻ ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ് എന്ന് പറയാം. ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ്. അതിൻ്റെ മീനിങ് നമ്മൾ എന്നും കിടന്നുറങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം ഉറങ്ങുക എന്നാണ് മീനിങ്. ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ്. ഇനി നമ്മൾ ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഇത്ര മണിക്ക് എഴുന്നേറ്റാലാണ് റെഡി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയെന്ന് വെച്ചോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല എന്ന് പറയണമെങ്കിൽ അവിടെ നമുക്ക് ഓവർ സ്ലെപ്റ്റ് എന്ന് പറയാം. ഐ മിസ്ഡ് ദ ബസ് ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. ഞാൻ അമിതമായി ഉറങ്ങിയതിനാൽ എനിക്ക് ബസ് നഷ്ടമായി. ഐ മിസ്ഡ് ദ ബസ് ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. സോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് സ്ലീപ്പ് ഇൻ എന്ന് പറയാം. ഇനി അറിയാതെ ഉറങ്ങിപ്പോയാൽ ഓവർ സ്ലെപ്റ്റ് എന്ന് പറയാം. അടുത്തത്, നമ്മൾ സാധാരണ വൈകുന്നേരമൊക്കെ ആകുമ്പം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഇരുട്ട് വീണ് തുടങ്ങും അല്ലേ? അപ്പം അന്നേരം നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക് എന്നാണ്. അതായത് വെളിച്ചം മാറി ഇരുട്ടാകുക, ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പം ഭയങ്കരമായിട്ട് ഇരുട്ടുമല്ലോ, ആ സമയത്ത് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്കർ എന്നാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്കർ, അതായത് ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ആകാംക്ഷയുടെ മുൾമുനയിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന്. സോ ആ സമയത്ത് എനിക്ക് അതിൻ്റെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ആകാംക്ഷയുടെ മുൾമുനയിൽ എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഓൺ ദ എഡ്ജ് ഓഫ് വൺ സീറ്റ്. ഓൺ ദ എഡ്ജ് ഓഫ് വൺസ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഓൺ ദ എഡ്ജ് ഓഫ് വൺ സീറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അത് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ത്രില്ലിംഗ് മൂവി ആണ് എന്ന് പറയണം. ഇറ്റ്സ് എ ത്രില്ലിംഗ് മൂവി ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സീറ്റ്സ്. ഇറ്റ്സ് എ ത്രില്ലിംഗ് മൂവി ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സീറ്റ്സ്. ത്രില്ലിംഗ് മൂവി എന്ന് പറഞ്ഞാൽ വളരെ ആവേശകരമായിട്ടുള്ള ഒരു സിനിമ എന്നാണ്. ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദർ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണികളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ നിർത്തുന്ന ഒരു ത്രില്ലിംഗ് മൂവിയാണ് ഇത് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ത്രില്ലിംഗ് മൂവി ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദർ സീറ്റ്സ്. അടുത്തത്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ. ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് നീ ഇട്ടിട്ട് നിനക്ക് നല്ല ഭംഗിയുണ്ട് എന്നാണ് അർത്ഥം. ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ. ഇനി ഈ ഡ്രസ്സ് എനിക്ക് പാകമാണ്, അതായത് അതിൻ്റെ സൈസ് എനിക്ക് കറക്റ്റാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ദിസ് ഡ്രസ് ഫിറ്റ്സ് മീ വെൽ. ദിസ് ഡ്രസ് ഫിറ്റ്സ് മീ വെൽ. ഫിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് സൈസ് ആകുക എന്നാണ്. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചേരുക എന്നാണ്. സോ ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നാണ്. ഇനി ദിസ് ഡ്രസ് ഫിറ്റ്സ് മീ വെൽ എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കറക്റ്റ് സൈസ്, അതായത് പാകമാണ് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കഴിച്ച് തീരുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഇനി വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയത്തില്ലേ, എൻ്റെ പ്ലേറ്റിൽ ഒരുപാടുണ്ട് എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്, അതായത് എൻ്റെ പ്ലേറ്റിൽ ഇനി കുറേ ഫുഡുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. എന്തെങ്കിലും വേണ്ട ഒരു സാധനം തറയിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ, ഇതെന്താണ് തറയിൽ കിടക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അപ്പം അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ഈസ് ദിസ് ലയിങ് ഓൺ ദ ഫ്ലോർ? വൈ ഈസ് ദിസ് ലയിങ് ഓൺ ദ ഫ്ലോർ? ലയിങ് ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറയിൽ കിടക്കുക എന്നാണ്. അപ്പം ഇതെന്താണ് തറയിൽ കിടക്കുന്നത് എന്ന് ചോദിക്കാനാണ് വൈ ഈസ് ദിസ് ലയിങ് ഓൺ ദ ഫ്ലോർ. അടുത്തത്, നിൻ്റെ മുടി നരച്ചിരിക്കുന്നു. യുവർ ഹെയർ ഈസ് ടേണിങ് ഗ്രേ.
യുവർ ഹെയർ ഇസ് ടേണിങ് ഗ്രേ അല്ലെങ്കിൽ ടേണിങ് വൈറ്റ് എന്നും പറയാം. യുവർ ഹെയർ ഇസ് ടേണിങ് ഗ്രേ അല്ലെങ്കിൽ യുവർ ഹെയർ ഇസ് ടേണിങ് വൈറ്റ്. ഹെയർ എന്ന് പറഞ്ഞാൽ മുടി, ഗ്രേ എന്ന് പറഞ്ഞാൽ ചാരനിറം എന്നാണ്. അപ്പം യുവർ ഹെയർ ഇസ് ടേണിങ് ഗ്രേ എന്ന് പറഞ്ഞാൽ നിൻ്റെ മുടി നരച്ചിരിക്കുന്നു എന്നാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഓഫർ വരുമ്പം ചില സാധനങ്ങളുടെ വില ഒറിജിനൽ പ്രൈസിനേക്കാളും കുറച്ച് കൊടുക്കത്തില്ലേ? അപ്പം അതിന് പറയാവുന്ന ഒരു ഫ്രേസാണ് മാർക്ക്ഡ് ഡൗൺ. അപ്പം ഈ ഷർട്ടിൻ്റെ വില ശരിക്കും 2000 അത് 1000 രൂപയിലോട്ട് കുറച്ചു. അപ്പം അതെങ്ങനെ പറയും? ദിസ് ഷർട്ട് ഈസ് മാർക്ക്ഡ് ഡൗൺ ഫ്രം 2000 to 1000 എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടിൻ്റെ വില കുറച്ചു എന്നാണ് മീനിങ്. 2000 നിന്ന് 1000 ആക്കി കുറച്ചു എന്നാണ് മീനിങ്. ദിസ് ഷർട്ട് ഈസ് മാർക്ക്ഡ് ഡൗൺ ഫ്രം 2000 to 1000 rupees. സൂചിയിൽ നൂല് കോർക്കുക. സൂചിയുടെ ഇംഗ്ലീഷ് നീഡിൽ എന്നാണ്. നൂലിനും നൂല് കോർക്കുന്നതിനും ഇംഗ്ലീഷിൽ ത്രെഡ് എന്നാണ് പറയുന്നത്. സോ സൂചിയിൽ നൂല് കോർക്കുക എന്ന് പറയാൻ ത്രെഡ് ദ നീഡിൽ. ത്രെഡ് ദ നീഡിൽ എന്ന് പറഞ്ഞാൽ സൂചിയിൽ നൂല് കോർക്കുക എന്നാണ് മീനിങ്. അടുത്തത്, നല്ല തണുപ്പൊക്കെ ഉള്ളപ്പം നമ്മുടെ പല്ലുകൾ തണുപ്പ് കൊണ്ട് ഇങ്ങനെ കൂട്ടിയിടിക്കത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? എൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുകയാണ്. മൈ ടീത്ത് ആർ ചാറ്ററിങ്. മൈ ടീത്ത് ആർ ചാറ്ററിങ്. ചാറ്റർ എന്ന് പറഞ്ഞാൽ പല്ലുകൾ കൂട്ടിയിടിക്കുക എന്നാണ്. അപ്പം എൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുകയാണ് എന്ന് പറയാൻ മൈ ടീത്ത് ആർ ചാറ്ററിങ്. ഇതേപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കൈകൾ മരവിച്ച് പോകത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? എൻ്റെ കൈകൾ തണുത്ത് മരവിച്ച് പോയി. മൈ ഹാൻഡ്സ് ഹാവ് ഗോൺ നം വിത്ത് കോൾഡ്. ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈകൾ, നം എന്ന് പറഞ്ഞാൽ മരവിപ്പ്. ഇതിൻ്റെ സ്പെല്ലിങ് NUMB ആണെങ്കിലും B സൈലൻ്റ് ആണ്. സോ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് നം എന്നാണ്. പിന്നെ തണുപ്പ് കൊണ്ട് എന്ന് പറയാനാണ് വിത്ത് കോൾഡ് എന്ന് പറഞ്ഞത്. സോ മൈ ഹാൻഡ്സ് ഹാവ് ഗോൺ നം വിത്ത് കോൾഡ്. എൻ്റെ കൈകൾ തണുത്ത് മരവിച്ച് പോയി. മൈ ഹാൻഡ്സ് ഹാവ് ഗോൺ നം വിത്ത് കോൾഡ്. ഇതേപോലെ തന്നെ തണുപ്പുള്ളപ്പം നമ്മുടെ കൈകളും ചുണ്ടുകളും ഒക്കെ വിണ്ട് കീറത്തില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? എൻ്റെ ചുണ്ടുകൾ വിണ്ട് കീറിയിരിക്കുകയാണ്. മൈ ലിപ്സ് ആർ ചാപ്ഡ്. മൈ ലിപ്സ് ആർ ചാപ്ഡ്. ചാപ്ഡ് എന്ന് പറഞ്ഞാൽ വിണ്ട് കീറി എന്നാണ് മീനിങ്. സോ മൈ ലിപ്സ് ആർ ചാപ്ഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുണ്ടുകൾ വിണ്ട് കീറിയിരിക്കുകയാണ് എന്നാണ് മീനിങ്. ഇനി കുഞ്ഞു കുട്ടികളൊക്കെ പൊടിയിലും മണ്ണിലും ഒക്കെ കളിച്ചിട്ട് വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നിൻ്റെ കാൽപാദങ്ങൾ ചവിട്ടിയിലൊന്ന് തൂത്തിട്ട് കയറാൻ പറയത്തില്ലേ, അല്ലെങ്കിൽ തുടച്ചിട്ട് കയറാൻ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? വൈപ്പ് യുവർ ഫീറ്റ് ഓൺ ദ ഡോർ മാറ്റ്. വൈപ്പ് യുവർ ഫീറ്റ് ഓൺ ദ ഡോർ മാറ്റ്. വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക, ഫീറ്റ് എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങൾ, ഡോർ മാറ്റ് എന്ന് പറഞ്ഞാൽ ചവിട്ടി. സോ നിൻ്റെ കാൽപാദങ്ങൾ ചവിട്ടിയിൽ തുടയ്ക്കുക എന്ന് പറയാനാണ് വൈപ്പ് യുവർ ഫീറ്റ് ഓൺ ദ ഡോർ മാറ്റ്. നമുക്കറിയാം ഒരാഴ്ച അല്ലെങ്കിൽ 7 ദിവസത്തിന് എ വീക്ക് എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ 2 ആഴ്ചയ്ക്കൊരു പേരുണ്ട്. അതെന്താണെന്നറിയാവോ? ഫോർട്ട് നൈറ്റ്. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ 2 ആഴ്ച ചിലവിടാൻ പ്ലാൻ ഇടുന്നു എന്നെങ്ങനെ പറയും? വി ആർ പ്ലാനിങ് ടു സ്പെൻഡ് എ ഫോർട്ട് നൈറ്റ് ഇൻ മുംബൈ. വി ആർ പ്ലാനിങ് ടു സ്പെൻഡ് എ ഫോർട്ട് നൈറ്റ് ഇൻ മുംബൈ. പ്ലാൻ എന്ന് പറഞ്ഞാൽ പദ്ധതി ഇടുക, ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് മീനിങ്. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക. എ ഫോർട്ട് നൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച. സോ വി ആർ പ്ലാനിങ് ടു സ്പെൻഡ് എ ഫോർട്ട് നൈറ്റ് ഇൻ മുംബൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ആഴ്ച മുംബൈയിൽ ചെലവഴിക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് മീനിങ്. ഇനി കുഞ്ഞു കുട്ടികളെയൊക്കെ തന്നെ സോക്സ് ഇടാൻ പറയുവാണെങ്കിൽ അവർ ചിലപ്പം 2 കാലിലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സോക്സുകൾ ഇട്ടിട്ട് വരും അല്ലേ? സോ അതെങ്ങനെയാണ് പറയുന്നത്? നീ നിൻ്റെ കാലുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സോക്സുകൾ ഇട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? യു ആർ വെയറിങ് ഓഡ് സോക്സ്. യു ആർ വെയറിങ് ഓഡ് സോക്സ്. വെയർ എന്ന് പറഞ്ഞാൽ ഇടുക, ഓഡ് സോക്സ് എന്ന് പറഞ്ഞാൽ ഒരേ പെയറല്ലാത്ത സോക്സുകൾ എന്നാണ്. അപ്പം യു ആർ വെയറിങ് ഓഡ് സോക്സ് എന്ന് പറഞ്ഞാൽ നിൻ്റെ 2 കാലുകളിലും നീ വ്യത്യസ്തമായിട്ടുള്ള സോക്സുകളാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് മീനിങ്. യു ആർ വെയറിങ് ഓഡ് സോക്സ്.
ഇനി അടുത്തത്, നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്യുവാണ്. അപ്പം ആ ഫോൺ ചെയ്യുന്ന ആളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്ന വേറൊരാളോട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ, ഫോൺ വെക്കുന്നതിന് മുമ്പ് ഞാൻ അവളോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ലെറ്റ് മീ സ്പീക്ക് ടു ഹെർ ബിഫോർ യു ഹാങ് അപ്പ്. ലെറ്റ് മീ സ്പീക്ക് ടു ഹെർ ബിഫോർ യു ഹാങ് അപ്പ്. ഹാങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഫോണ് കട്ട് ചെയ്യുക എന്നാണ്. ലെറ്റ് മീ സ്പീക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്നാണ്. ബിഫോർ യു ഹാങ് അപ്പ് എന്ന് പറഞ്ഞാൽ നീ ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട്. സോ നീ ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അവളോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയാനാണ് ലെറ്റ് മീ സ്പീക്ക് ടു ഹെർ ബിഫോർ യു ഹാങ് അപ്പ്. ഇനി നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പം ഇടയ്ക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാൻ പറയുമ്പം പേന എടുക്കാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? കുഡ് യു പ്ലീസ് ഹാങ് ഓൺ. കുഡ് യു പ്ലീസ് ഹാങ് ഓൺ. ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നാണ് മീനിങ്. സോ കുഡ് യു പ്ലീസ് ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമോ എന്നാണ് അർത്ഥം. കുഡ് യു പ്ലീസ് ഹാങ് ഓൺ. ഹാങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഫോൺ വെക്കുക, ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ വെറുതെ സമയം ചെലവഴിക്കത്തില്ലേ? അതായത് വെറുതെ വർത്തമാനം പറഞ്ഞോ അല്ലെങ്കിൽ സിനിമ കണ്ടോ ഒക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക. അതിന് പറയുന്നത് ഹാങ് ഔട്ട് എന്നാണ്. അപ്പം ഞാൻ നാളെ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ വെറുതെ സമയം ചെലവഴിക്കാൻ പോവുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ടുമോറോ. ഐ ആം ഗോയിങ് ടു ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ടുമോറോ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണ്. ആദ്യം അത് നിർഭാഗ്യം എന്ന് തോന്നിപ്പിക്കുകയും പിന്നീട് അതൊരു ഭാഗ്യകരമായ കാര്യമായിട്ട് മാറുകയും ചെയ്താൽ അതിനെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ ആ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് അതിലും കൂടുതൽ സാലറിയോടുകൂടി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയെന്ന് വെച്ചോ. സോ ആ ജോലി നഷ്ടപ്പെട്ടത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. അതായത് ആദ്യം നിർഭാഗ്യം എന്ന് തോന്നി, പിന്നീട് അത് ഒരു നല്ല കാര്യമായിട്ട് മാറി. സോ അതെങ്ങനെയാണ് പറയുന്നത്? ലൂസിങ് ദാറ്റ് ജോബ് വാസ് റിയലി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ലൂസിങ് ദാറ്റ് ജോബ് വാസ് റിയലി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ലൂസിങ് ദാറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ആ ജോലി നഷ്ടപ്പെട്ടത്. റിയലി എന്ന് പറഞ്ഞാൽ ശരിക്കും. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നിർഭാഗ്യകരമായ കാര്യമെന്ന് തോന്നി, പിന്നീട് അത് നല്ലതായി ഭവിച്ചു. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടു പോയെന്ന് വെച്ചു. അപ്പോൾ നമ്മളോട് പറയത്തില്ല, നീ വിട്ടുകൊടുക്കരുത്, നീ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയത്തില്ലേ? അപ്പം ഇങ്ങനെ വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡോണ്ട് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക. അപ്പം വിട്ടുകൊടുക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ കടയിൽ ചെല്ലുമ്പം ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടു, അതിന് ഗ്രീൻ കളറാണ്. അപ്പം ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡസ് ദിസ് കം ഇൻ ബ്ലാക്ക്? ഡസ് ദിസ് കം ഇൻ ബ്ലാക്ക് എന്ന് വെച്ചാൽ ആ സെയിം തന്നെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണോ എന്നാണ് മീനിങ്. ഡസ് ദിസ് കം ഇൻ ബ്ലാക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് പറയുന്നത്? ദർ ഈസ് നോ നീഡ് ടു റഷ്. ദർ ഈസ് നോ നീഡ് ടു റഷ്. നോ നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല എന്നാണ്. റഷ് എന്ന് പറഞ്ഞാൽ തിരക്ക് കൂട്ടുക. സോ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പറയാനാണ് ദർ ഈസ് നോ നീഡ് ടു റഷ്. അടുത്തത്, താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് അവൾ അവളുടെ തെറ്റുകൾ മനസ്സിലാക്കും എന്ന് പറയണം. താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സൂണർ ഓർ ലേറ്റർ എന്ന് പറയുന്നത്. സൂണർ ഓർ ലേറ്റർ ഷീ വിൽ റിയലൈസ് ഹെർ മിസ്റ്റേക്സ്. സൂണർ ഓർ ലേറ്റർ ഷീ വിൽ റിയലൈസ് ഹെർ മിസ്റ്റേക്സ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഹെർ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അവളുടെ തെറ്റുകൾ. സോ താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് അവൾ അവളുടെ തെറ്റുകൾ മനസ്സിലാക്കും. സൂണർ ഓർ ലേറ്റർ ഷീ വിൽ റിയലൈസ് ഹെർ മിസ്റ്റേക്സ്. അടുത്തത്, ഇതാണ് ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ പറയും? ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു പ്രൂവ്. ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു പ്രൂവ്. ദിസ് ഈസ് വാട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് മീനിങ്. ഐ വോണ്ട് ടു പ്രൂവ് എന്ന് പറഞ്ഞാൽ ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു പ്രൂവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മീനിങ്. അടുത്തത്, ആർക്കാണ് വിധി മാറ്റാൻ കഴിയുക? ഹു ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി. ഹു ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി.
ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ആർക്ക് എന്നൊക്കെ ചോദിക്കാൻ ഹൂ തന്നെയാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റുക. ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വിധി. അപ്പം ആർക്കാണ് വിധി മാറ്റാൻ കഴിയുക എന്ന് ചോദിക്കാൻ ഹൂ ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി. ഇനി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പം നമ്മൾ അവരോട് പറയത്തില്ലേ, ഈ നല്ല കാര്യം തന്നെ തുടരുക, അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് പറയുന്നത്? കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. കീപ് അപ്പ് ദ ഗുഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ നല്ല ജോലി തുടരുക എന്നാണ് മീനിങ്. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. ഇനി നമ്മളുടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം ബില്ല് വരുമല്ലോ. അപ്പം അവർ പൈസ എടുക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, വേണ്ട നീ വെച്ചോ, ഞാൻ ബില്ല് അടച്ചോളാം എന്ന് പറയത്തില്ലേ. അപ്പം അതെങ്ങനെയാണ് പറയുന്നത്? നോ, കീപ് യുവർ മണി, ഇറ്റ്സ് ഓൺ മീ. കീപ് യുവർ മണി എന്ന് പറഞ്ഞാൽ നിൻ്റെ പൈസ നീ വെച്ചോ എന്നാണ്. ഇറ്റ്സ് ഓൺ മീ എന്ന് പറഞ്ഞാൽ ഞാൻ ബില്ല് അടച്ചോളാം എന്നാണ്. ഐ വിൽ പേ ദ ബിൽ. അതിന് പകരമായിട്ടാണ് ഇറ്റ്സ് ഓൺ മീ. ഇറ്റ് ഈസ് ഓൺ മീ എന്ന് പറഞ്ഞാൽ ഞാൻ രൂപ അടച്ചോളാം അല്ലെങ്കിൽ ബില്ല് അടച്ചോളാം എന്നാണ് മീനിങ്. നോ, കീപ് യുവർ മണി, ഇറ്റ്സ് ഓൺ മീ. നിങ്ങളുടെ വീട്ടിൽ TV കേടായി. അപ്പം ഇത് ശരിയാക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു നോ സംവൺ ഹു ക്യാൻ ഫിക്സ് ദിസ്? ഡു യു നോ സംവൺ ഹു ക്യാൻ ഫിക്സ് ദിസ്? ഡു യു നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്നാണ്. സംവൺ ഹു ക്യാൻ ഫിക്സ് ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിയാക്കാൻ കഴിയുന്ന ഒരാളെന്നാണ്. അപ്പം ഡു യു നോ സംവൺ ഹു ക്യാൻ ഫിക്സ് ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിയാക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാമോ എന്നാണ്. ഫിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക എന്നാണ് മീനിങ്. ഇനി നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുവാണ്, നമ്മൾ പറയത്തില്ലേ, ഞാൻ നിൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്. അതെങ്ങനെ പറയും? ഐ എം കോളിംഗ് ജസ്റ്റ് ടു നോ യുവർ വെൽ ബീയിങ്. ഐ എം കോളിംഗ് ജസ്റ്റ് ടു നോ യുവർ വെൽ ബീയിങ്. ഐ എം കോളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് എന്നാണ്. വെൽ ബീയിങ് എന്ന് പറഞ്ഞാൽ ക്ഷേമം അല്ലെങ്കിൽ സുഖം എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പം ജസ്റ്റ് ടു നോ യുവർ വെൽ ബീയിങ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രമാണ് വിളിക്കുന്നത് എന്നാണ് മീനിങ്. ഐ എം കോളിംഗ് ജസ്റ്റ് ടു നോ യുവർ വെൽ ബീയിങ്. ഇനി നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ, അവനെ കണ്ടിട്ട് നാട്ടിൻപുറംകാരനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഗ്രാമീണനാണെന്ന് തോന്നുന്നു. അതെങ്ങനെ പറയും? ഹി ലുക്സ് റസ്റ്റിക്. ഹി ലുക്സ് റസ്റ്റിക്. റസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഗ്രാമീണൻ അല്ലെങ്കിൽ നാട്ടിൻപുറംകാരൻ എന്നുള്ള മീനിങ് ആണ്. സോ അവനെ കണ്ടിട്ട് ഒരു നാട്ടിൻപുറംകാരനാണെന്ന് തോന്നുന്നു എന്ന് പറയാനാണ് ഹി ലുക്സ് റസ്റ്റിക്. ഇനി അടുത്തത്, ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുകയായിരുന്നു. അതെങ്ങനെ പറയും? ഐ വാസ് തിങ്കിങ് ദ സെയിം. ഐ വാസ് തിങ്കിങ് ദ സെയിം. തിങ്ക് എന്ന് പറഞ്ഞാൽ വിചാരിക്കുക എന്നാണ്. തിങ്കിങ് ദ സെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിചാരിക്കുക. സോ അങ്ങനെ തന്നെ വിചാരിക്കുകയായിരുന്നു എന്ന് പറയാനാണ് ഐ വാസ് തിങ്കിങ് ദ സെയിം. ഇനി അടുത്തത്, ഏത് ഹൃദയത്തെയും അലിയിക്കാൻ അതിന് കഴിയും. അതെങ്ങനെ പറയും? ഇറ്റ് ക്യാൻ മെൽറ്റ് എനി ഹാർട്ട്. ഇറ്റ് ക്യാൻ മെൽറ്റ് എനി ഹാർട്ട്. മെൽറ്റ് എന്ന് പറഞ്ഞാൽ അലിയിക്കുക, ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം. സോ ഇറ്റ് ക്യാൻ മെൽറ്റ് എനി ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഹൃദയത്തെയും അലിയിക്കാൻ അതിന് കഴിയും എന്നാണ് മീനിങ്. ഇറ്റ് ക്യാൻ മെൽറ്റ് എനി ഹാർട്ട്. ഇനി അടുത്തത്, നീ അധികമൊന്നും മാറിയിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? യു ഹാവൻറ്റ് ചേഞ്ച്ഡ് മച്ച്. യു ഹാവൻറ്റ് ചേഞ്ച്ഡ് മച്ച്. ചേഞ്ച്ഡ് മച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറി എന്നാണ്. അപ്പം ഒരുപാട് മാറിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ യു ഹാവൻറ്റ് ചേഞ്ച്ഡ് മച്ച്. ഇനി അടുത്തത്, നീ എപ്പോഴാണ് നിൻ്റെ തലമുടി വെട്ടിക്കുന്നത്? അതെങ്ങനെ പറയും? വെൻ വിൽ യു ഗെറ്റ് യുവർ ഹെയർ കട്ട്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. സോ എപ്പോഴാണ് നീ തലമുടി വെട്ടിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വെൻ വിൽ യു ഗെറ്റ് യുവർ ഹെയർ കട്ട്. ഇനി അടുത്തത്, നമ്മൾ കുട്ടികളോടൊക്കെ പറയത്തില്ലേ, ഒച്ചപ്പാട് ഉണ്ടാക്കരുത് അല്ലെങ്കിൽ അധികം ബഹളം ഉണ്ടാക്കരുത് എന്ന് പറയത്തില്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് മേക്ക് എ ഫസ്. ഡോണ്ട് മേക്ക് എ ഫസ്. ഫസ് എന്ന് പറഞ്ഞാൽ ബഹളം, ഒച്ചപ്പാട് എന്നുള്ള മീനിങ് ആണ്. സോ ഡോണ്ട് മേക്ക് എ ഫസ് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട് ഉണ്ടാക്കരുത് എന്നാണ് മീനിങ്. അടുത്തത്, നിൻ്റെ വാച്ചിൽ സമയം എത്രയായി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഇസ് ദ ടൈം ബൈ യുവർ വാച്ച്. വാട്ട് ഇസ് ദ ടൈം ബൈ യുവർ വാച്ച്. വാട്ട് ഇസ് ദ ടൈം എന്ന് പറഞ്ഞാൽ സമയം എത്രയായി എന്നാണ്. ബൈ യുവർ വാച്ച് എന്ന് പറഞ്ഞാൽ
നിൻ്റെ വാച്ചിൽ എന്നാണ്. സോ നിൻ്റെ വാച്ചിൽ കാണിക്കുന്ന സമയം എത്രയാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്. ഇനി നമ്മൾ ആരെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചു, അപ്പം അവരോടത് തീർന്നോ എന്ന് ചോദിച്ചാൽ ഏകദേശം തീർന്നു എന്ന് പറയും. അപ്പോൾ ഏകദേശം തീർന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓവർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓവർ. ഓൾമോസ്റ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ഏകദേശം അല്ലെങ്കിൽ ഏതാണ്ട് തീർന്നു എന്നുള്ള മീനിങ് ആണ്. അന്നേരം നമ്മൾ പറയത്തില്ലേ, നീ ഇന്നലെയും അത് പറഞ്ഞു. അതെങ്ങനെ പറയും? യു സെഡ് ദാറ്റ് യെസ്റ്റർഡേ ആസ് വെൽ. യു സെഡ് ദാറ്റ് യെസ്റ്റർഡേ ആസ് വെൽ. യു സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് പറഞ്ഞു എന്നാണ്. യെസ്റ്റർഡേ ആസ് വെൽ എന്ന് പറഞ്ഞാൽ ഇന്നലെയും എന്നുള്ള മീനിങ് ആണ്. സോ നീ ഇന്നലെയും അത് പറഞ്ഞു എന്ന് പറയാനാണ് യു സെഡ് ദാറ്റ് യെസ്റ്റർഡേ ആസ് വെൽ. ഇനി നിങ്ങളൊരു തീരുമാനമെടുത്തു, അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഖേദിക്കുന്നുവോ എന്ന് ചോദിക്കണം. അതെങ്ങനെ പറയും? ആർ യു റിഗ്രറ്റ്ഫുൾ? ആർ യു റിഗ്രറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖേദിക്കുന്നുവോ എന്നാണ് മീനിങ്. ആർ യു റിഗ്രറ്റ്ഫുൾ? റിഗ്രറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്നു എന്നാണ് മീനിങ്. അപ്പം ഖേദിക്കുന്നുവോ എന്ന് ചോദിക്കാനാണ് ആർ യു റിഗ്രറ്റ്ഫുൾ. ഇനി നമുക്ക് പറയണം, അത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ ഐ തിങ്ക്. അത് ശരിയായ തീരുമാനമായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ നമുക്കറിയാം വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ. ഇറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ. ഐ തിങ്ക് ഇറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ. റൈറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനം എന്നാണ് മീനിങ്. സോ എനിക്ക് തോന്നുന്നു അത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് എങ്ങനെ പറയും? ഐ തിങ്ക് ഇറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ. ഇനി ആരെങ്കിലും വിഷമിച്ചിരിക്കുമ്പം നമ്മൾ ചോദിക്കത്തില്ലേ, എന്തെങ്കിലും നിന്നെ അലട്ടുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഈസ് സംതിങ് ബോദറിങ് യു? ഈസ് സംതിങ് ബോദറിങ് യു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിന്നെ അലട്ടുന്നുണ്ടോ എന്നാണ്. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നാണ്. ബോദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അലട്ടുക എന്നാണ്. സോ എന്തെങ്കിലും നിന്നെ അലട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈസ് സംതിങ് ബോദറിങ് യു. ഇനി അടുത്തത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ ഫോർ മീ? വുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ ഫോർ മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യുമോ എന്നാണ് മീനിങ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു പൊളൈറ്റായിട്ടൊരു റിക്വസ്റ്റ് ചോദിക്കാൻ, വുഡ് യു പ്ലീസ്. കഴിഞ്ഞിട്ട് എന്താണോ നമുക്ക് ചോദിക്കാനുള്ളത് അത് പറഞ്ഞാൽ മതി. എനിക്കു വേണ്ടി എന്ന് പറയാനാണ് ഫോർ മീ എന്ന് പറഞ്ഞത്. സോ വുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ ഫോർ മീ, അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യുമോ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ ഇന്നലെ വാങ്ങിച്ച പേന ഇതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ദിസ് ഇസ് ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ദിസ് ഇസ് ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ദിസ് ഇസ് ദ പെൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പേന എന്നുള്ള മീനിങ് ആണ്. വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ വാങ്ങിയ എന്നാണ് മീനിങ്. സോ ദിസ് ഈസ് ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വാങ്ങിച്ച പേന ഇതാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൻ എത്ര നാൾ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ നിന്നു. അതെങ്ങനെ പറയും? എത്ര നാൾ എന്നുള്ളതിന് ഹൗ ലോങ്. അവൻ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ താമസിച്ചു എന്നല്ലേ, ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഡിഡ് ഹി സ്റ്റേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക. സോ എത്ര നാൾ അവൻ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ താമസിച്ചു എന്ന് ചോദിക്കാനാണ് ഹൗ ലോങ് ഡിഡ് ഹി സ്റ്റേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പം വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നീ തമാശ പറയുകയായിരിക്കണം. അതെങ്ങനെ പറയും? യു മസ്റ്റ് ബി ജോക്കിംഗ്. യു മസ്റ്റ് ബി ജോക്കിംഗ്. ജോക്ക് എന്ന് പറഞ്ഞാൽ തമാശ. അപ്പം നീ തമാശ പറയുകയായിരിക്കണം എന്ന് പറയാനാണ് യു മസ്റ്റ് ബി ജോക്കിംഗ്. അന്നേരം നമ്മൾ പറയത്തില്ലേ, ഇല്ല ഞാൻ തമാശ പറഞ്ഞാലും ഞാൻ കാര്യമായിട്ട് പറയുവാണ്. അതെങ്ങനെ പറയും? ഐ ആം സീരിയസ്. ഐ ആം സീരിയസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് എന്നാണ് മീനിങ്. ഐ ആം സീരിയസ്. ഇനി അടുത്തത്, ഞാൻ എപ്പം അവിടെ ഉണ്ടായിരിക്കണം. അതെങ്ങനെ പറയും? എപ്പോൾ എന്ന് ചോദിക്കാൻ വെൻ. വെൻ ഷുഡ് ഐ ബി ദർ. വെൻ ഷുഡ് ഐ ബി ദർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് മീനിങ്. ബി ദർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുക എന്നാണ്. സോ വെൻ ഷുഡ് ഐ ബി ദർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള മീനിങ് ആണ്. വെൻ ഷുഡ് ഐ ബി ദർ.
ഇനി നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ വന്നോളാൻ പറയണം. അതെങ്ങനെ പറയും? കം വെനെവർ യു ലൈക്ക്. കം വെനെവർ യു ലൈക്ക്. വെനെവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നാണ് മീനിങ്. സോ കം വെനെവർ യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളപ്പം വന്നോളൂ എന്നുള്ള മീനിങ് ആണ്. കം വെനെവർ യു ലൈക്ക്. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നീ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഡിഡ് യു സേ. വാട്ട് ഡിഡ് യു സേ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, ഡിഡ് യു സേ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്നാണ്. അപ്പം എന്താണ് നീ പറഞ്ഞത് എന്ന് ചോദിക്കാനാണ് വാട്ട് ഡിഡ് യു സേ. അപ്പം നമ്മൾ പറയത്തില്ലേ, ഞാൻ വിചാരിച്ചു നീ എന്നെ ശ്രദ്ധിക്കുകയായിരിക്കുമെന്ന്. അതെങ്ങനെ പറയും? ഞാൻ വിചാരിച്ചു എന്ന് പറയാൻ വിചാരിക്കുക തിങ്കാണ്. അപ്പം തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് തോട്ട് വരും. ഐ തോട്ട് യു വർ ലിസ്ണിങ്. ഐ തോട്ട് യു വർ ലിസ്ണിങ്. ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്. അപ്പം യു വർ ലിസ്ണിങ് എന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പം നീ ശ്രദ്ധിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയാനാണ് ഐ തോട്ട് യു വർ ലിസ്ണിങ്. ഇനി അടുത്തത്, നിനക്ക് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹാവ് യു ഗോട്ട് എനി പ്ലാൻസ്. ഹാവ് യു ഗോട്ട് എനി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്നാണ് മീനിങ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ പദ്ധതി. സോ ഹാവ് യു ഗോട്ട് എനി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഹൗ ആർ തിങ്സ് ഗോയിങ്. ഹൗ ആർ തിങ്സ് ഗോയിങ്. തിങ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാനാണ് ഹൗ ആർ തിങ്സ് ഗോയിങ്. ഇനി അടുത്തത്, അത് കരാറിന് എതിരാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ദാറ്റ്സ് എഗെയിൻസ്റ്റ് ദ കോൺട്രാക്റ്റ്. ദാറ്റ്സ് എഗെയിൻസ്റ്റ് ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കരാറ് എന്നാണ്. അപ്പോൾ കരാറിന് എതിരാണ് എന്ന് പറയാനാണ് എഗെയിൻസ്റ്റ് ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് എഗെയിൻസ്റ്റ് ദ കോൺട്രാക്റ്റ്. ഇനി അടുത്തത്, അത് കരാറിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺട്രാക്റ്റ്. ഇറ്റ്സ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺട്രാക്റ്റ്. മെൻഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരാമർശിക്കുക എന്നാണ്. അപ്പം അത് കരാറിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഇറ്റ്സ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺട്രാക്റ്റ്. ഇനി എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചോദ്യം ചോദിക്കില്ലേ? അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ ഡിഡൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കണം, അവൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല. അതെങ്ങനെ ചോദിക്കും? വൈ ഡിഡൻറ്റ് ഹി കം ഹിയർ. വൈ ഡിഡൻറ്റ് ഹി കം ഹിയർ. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. സോ അവൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നെങ്ങനെ ചോദിക്കും? വൈ ഡിഡൻറ്റ് ഹി കം ഹിയർ. അതേപോലെ തന്നെ അവർ എന്തുകൊണ്ട് എൻ്റെ അനുവാദം ചോദിച്ചില്ല. അതെങ്ങനെ ചോദിക്കും? വൈ ഡിഡൻറ്റ് ദേ ആസ്ക് മൈ പെർമിഷൻ. വൈ ഡിഡൻറ്റ് ദേ ആസ്ക് മൈ പെർമിഷൻ. പെർമിഷൻ എന്ന് പറഞ്ഞാൽ അനുവാദം എന്നാണ്. സോ എന്തുകൊണ്ട് അവർ എൻ്റെ അനുവാദം ചോദിച്ചില്ല എന്നെങ്ങനെ ചോദിക്കും? വൈ ഡിഡൻറ്റ് ദേ ആസ്ക് മൈ പെർമിഷൻ. ഇനി അടുത്തത്, അവർ ഇരട്ടകളാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ ദേ ട്വിൻസ്. ആർ ദേ ട്വിൻസ്. ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഇരട്ടകൾ എന്നാണ്. അപ്പം അവർ ഇരട്ടകളാണോ എന്ന് ചോദിക്കാനാണ് ആർ ദേ ട്വിൻസ്. അടുത്തത്, എനിക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് എ ട്വിൻ സിസ്റ്റർ. ഐ ഹാവ് എ ട്വിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ട് എന്നാണ് മീനിങ്. ട്വിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇരട്ട സഹോദരി എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിങ്ങൾ ലീവിന് അപേക്ഷിച്ചോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഇത് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പം ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഡിഡ് വെച്ചിട്ടാണ്. ഡിഡ് യു അപ്ലൈ ഫോർ ലീവ്. ഡിഡ് യു അപ്ലൈ ഫോർ ലീവ് എന്ന് പറഞ്ഞാൽ നീ ലീവിന് അപേക്ഷിച്ചോ എന്നാണ്. അപ്ലൈ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് മീനിങ്. സോ നീ ലീവിന് അപേക്ഷിച്ചോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു അപ്ലൈ ഫോർ ലീവ്. ഇനി നിൻ്റെ കൂടെ ആര് വരും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആര് എന്ന് ചോദിക്കാൻ ഹൂ. ഹൂ വിൽ കം വിത്ത് യു.
ഹൂ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ ആര് വരും എന്നാണ്. കം വിത്ത് യു എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ വരിക എന്നാണ്. സോ നിൻ്റെ കൂടെ ആര് വരും എന്നെങ്ങനെ ചോദിക്കും? ഹൂ വിൽ കം വിത്ത് യു. ചിന്തിക്കാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു തിങ്ക്. വാട്ട് ഈസ് ദെയർ ടു തിങ്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. സോ വാട്ട് ഈസ് ദെയർ ടു തിങ്ക് എന്ന് പറഞ്ഞാലോ എന്താണ് ചിന്തിക്കാനുള്ളത് എന്നാണ് മീനിങ്. വാട്ട് ഈസ് ദെയർ ടു തിങ്ക്. ഇതേപോലെ ചിരിക്കാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു ലാഫ്. വാട്ട് ഈസ് ദെയർ ടു ലാഫ്. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. സോ ചിരിക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കാൻ വാട്ട് ഈസ് ദെയർ ടു ലാഫ്. ഇതേപോലെ തന്നെ ഒളിക്കാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു ഹൈഡ്. വാട്ട് ഈസ് ദെയർ ടു ഹൈഡ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക അല്ലെങ്കിൽ ഒളിക്കുക എന്നൊക്കെയാണ് മീനിങ്. സോ മറയ്ക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കാനാണ് വാട്ട് ഈസ് ദെയർ ടു ഹൈഡ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒളിക്കുക അല്ലെങ്കിൽ ചിരിക്കുക, കരയുക, ഇതൊക്കെ ഒരു പ്രവൃത്തിയാണല്ലേ. പക്ഷേ നമ്മളൊരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പം, അതായത് സന്തോഷിക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പം അവിടെ വാട്ട് ഈസ് ദെയർ ടു ബി ഹാപ്പി എന്നാണ് പറയേണ്ടത്. വാട്ട് ഈസ് ദെയർ ടു ബി ഹാപ്പി. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം. സോ സന്തോഷിക്കാൻ എന്ന് പറയാനാണ് ടു ബി ഹാപ്പി എന്ന് പറഞ്ഞത്. സോ വാട്ട് ഈസ് ദെയർ ടു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ എന്താണുള്ളത് എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ സങ്കടപ്പെടാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു ബി സാഡ്. വാട്ട് ഈസ് ദെയർ ടു ബി സാഡ്. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം. അപ്പം ടു ബി സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാൻ എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് ഈസ് ദെയർ ടു ബി സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാൻ എന്താണുള്ളത് എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, അത് ഇവിടെ നിന്ന് ദൂരെയാണോ, അല്ലെങ്കിൽ അത് അടുത്താണോ, അല്ലെങ്കിൽ അത് സാധ്യമാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മൾ ഈസ് ഇറ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സോ അത് ഇവിടെ നിന്ന് ദൂരെയാണോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ. ഫാർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ദൂരെ എന്നാണ്. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാലോ അത് ഇവിടെ നിന്ന് ദൂരെയാണോ? ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ. അതേപോലെ അത് അടുത്താണോ എന്നെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് നിയർ ബൈ. ഇസ് ഇറ്റ് നിയർ ബൈ. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് മീനിങ്. സോ ഇസ് ഇറ്റ് നിയർ ബൈ എന്ന് പറഞ്ഞാൽ അത് അടുത്താണോ എന്നാണ് മീനിങ്. ഇസ് ഇറ്റ് നിയർ ബൈ. അതേപോലെ തന്നെ അത് സാധ്യമാണോ എന്നെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് പോസിബിൾ. ഇസ് ഇറ്റ് പോസിബിൾ. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യം. സോ അത് സാധ്യമാണോ എന്ന് ചോദിക്കാൻ ഇസ് ഇറ്റ് പോസിബിൾ. ഇനി നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നു, അപ്പം അവിടെ വില കൂടിയ സാധനങ്ങൾ കാണിക്കുമ്പം വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എനിത്തിങ് ചീപ്പർ. ഈസ് ദെയർ എനിത്തിങ് ചീപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ചീപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് എന്നാണ് മീനിങ്. സോ ഈസ് ദെയർ എനിത്തിങ് ചീപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മീനിങ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. ഇനി നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ, നിങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫും കേരളത്തിൽ നിന്നാണോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ? ഈസ് യുവർ ഹസ്ബൻഡ് ഓൾസോ ഫ്രം കേരള. ഈസ് യുവർ ഹസ്ബൻഡ് ഓൾസോ ഫ്രം കേരള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ എന്നാണ് മീനിങ്. ഇവിടെ ഓൾസോ യൂസ് ചെയ്തത് ഭർത്താവും എന്നുള്ള ഒരു മീനിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഈസ് യുവർ ഹസ്ബൻഡ് ഓൾസോ ഫ്രം കേരള. നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ എന്നാണ് മീനിങ്. ഇനി ഈ പേന നിങ്ങളുടേതാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദിസ് പെൻ യുവേഴ്സ്. ഈസ് ദിസ് പെൻ യുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേന നിങ്ങളുടേതാണോ എന്നാണ് മീനിങ്. യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത്. ഈസ് ദിസ് പെൻ യുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേന നിങ്ങളുടേതാണോ എന്നാണ് അർത്ഥം. ഇനി നിങ്ങളുടെ സഹോദരൻ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് യുവർ ബ്രദർ അറ്റ് ഹോം. ഈസ് യുവർ ബ്രദർ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരൻ വീട്ടിലുണ്ടോ എന്നാണ്. അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ. സോ ഈസ് യുവർ ബ്രദർ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരൻ വീട്ടിലുണ്ടോ എന്നാണ് മീനിങ്. ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് എനിവൺ എൽസ് കമ്മിങ്. ഈസ് എനിവൺ എൽസ് കമ്മിങ്. എനിവൺ എൽസ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും എന്നാണ്.
കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. സോ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈസ് എനിവൺ എൽസ് കമ്മിങ്, ഈസ് എനിവൺ എൽസ് കമ്മിങ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഐ വോണ്ട് ടു എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത്. സോ എനിക്ക് അവിടെ പോകണം എന്നെങ്ങനെ പറയും? ഐ വോണ്ട് ടു ഗോ ദർ. ഐ വോണ്ട് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകണം എന്നാണ് മീനിങ്. ഗോ ദർ എന്ന് പറഞ്ഞാൽ അവിടെ പോവുക. സോ ഐ വോണ്ട് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകണം. എനിക്കിത് വാങ്ങണം എന്നെങ്ങനെ പറയും? ഐ വോണ്ട് ടു ബൈ ദിസ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. സോ ഐ വോണ്ട് ടു ബൈ ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് വാങ്ങണം എന്നാണ് മീനിങ്. എനിക്ക് ഒരു ബൈക്ക് ഓടിക്കണം, അതെങ്ങനെ പറയും? ഐ വോണ്ട് ടു റൈഡ് എ ബൈക്ക്. ഐ വോണ്ട് ടു റൈഡ് എ ബൈക്ക്. റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുക എന്നാണ്. സോ ഐ വോണ്ട് ടു റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്ക് ഓടിക്കണം എന്നാണ് മീനിങ്. ഇനി എനിക്ക് സന്തോഷവാനായിട്ടിരിക്കണം എന്ന് പറയണമെങ്കിലോ? അതൊരവസ്ഥയാണല്ലേ. അപ്പം ഐ വോണ്ട് ടു ബി ഹാപ്പി. ഐ വോണ്ട് ടു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷവാനായിട്ട് ഇരിക്കണം എന്നാണ് മീനിങ്. ഐ വോണ്ട് ടു ബി ഹാപ്പി. ഇനി അടുത്തത് ഞാനിത് കണ്ടിട്ടുണ്ട്, അതെങ്ങനെ പറയും? ഐ ഹാവ് സീൻ ഇറ്റ്. ഐ ഹാവ് സീൻ ഇറ്റ്. എപ്പോഴും ഓർക്കുക, ഹാവ് യൂസ് ചെയ്യുമ്പം V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സീ എന്ന വേർബിൻ്റെ V3 ഫോമാണ് സീൻ. സീ എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് മീനിങ്. ഇനി അടുത്തത് നിന്റെ പക്കൽ എത്ര രൂപയുണ്ട്, അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് മണി ഡു യു ഹാവ്. ഹൗ മച്ച് മണി ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിന്റെ പക്കൽ എത്ര രൂപയുണ്ട് എന്നാണ്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ് മീനിങ്. ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിന്റെ പക്കൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. സോ ഹൗ മച്ച് മണി ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിന്റെ പക്കൽ എത്ര രൂപയുണ്ട് എന്നാണ് അർത്ഥം. ഇനി നീ എത്ര രൂപ സമ്പാദിക്കുന്നു എന്നെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് മണി ഡു യു മേക്ക്. ഹൗ മച്ച് മണി ഡു യു മേക്ക്. അതിൻ്റെ മീനിങ് നിങ്ങൾ എത്ര രൂപ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, അതെങ്ങനെ ചോദിക്കും? ഹൗ ഇസ് ദ വെദർ ദർ. ഹൗ ഇസ് ദ വെദർ ദർ. വെദർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. സോ ഹൗ ഇസ് ദ വെദർ ദർ എന്ന് പറഞ്ഞാൽ അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നാണ് അർത്ഥം. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നെങ്ങനെ ചോദിക്കും? ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ്. ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ് എന്ന് പറഞ്ഞാൽ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഇതിന് എത്രയാണ് എന്ന് ചോദിക്കണം, അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ഇറ്റ്. ഹൗ മച്ച് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് എത്രയാണ് എന്നാണ് മീനിങ്. ഇനി അതിന് എത്രയാണ് എന്ന് ചോദിക്കണമെങ്കിലോ? ഹൗ മച്ച് ഈസ് ദാറ്റ്. ഹൗ മച്ച് ഇസ് ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. സോ ഹൗ മച്ച് ഇസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എത്രയാണ് എന്നാണ് അർത്ഥം. ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇവയ്ക്ക് എത്രയാണ് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ആർ ദീസ്. ഹൗ മച്ച് ആർ ദീസ്. ഇവിടെ ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അവിടെ ആർ യൂസ് ചെയ്തത്. സോ ഹൗ മച്ച് ആർ ദീസ് എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് എത്രയാണ് എന്നാണ് മീനിങ്. ഇനി നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു, നമ്മളിപ്പോൾ ഫോൺ വിളിച്ച് നന്ദി പറയുവാണ്. അപ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ വിളിക്കുന്നത് നന്ദി പറയാനാണ്, അതെങ്ങനെ പറയും? ഐ ആം കോളിംഗ് ടു താങ്ക് യു. ഐ ആം കോളിംഗ് ടു താങ്ക് യു. ഐ ആം കോളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് എന്നാണ് മീനിങ്. ടു താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി പറയാനാണ് എന്നാണ് അർത്ഥം. സോ ഐ ആം കോളിംഗ് ടു താങ്ക് യു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് നന്ദി പറയാനാണ് എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ ഞാൻ വിളിക്കുന്നത് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് എന്ന് പറയണം, അതെങ്ങനെ പറയും? ഐ ആം കോളിംഗ് ടു റിമൈൻഡ് യു. ഐ ആം കോളിംഗ് ടു റിമൈൻഡ് യു. റിമൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക എന്നാണ്. സോ ഐ ആം കോളിംഗ് ടു റിമൈൻഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യം ശീലിച്ചു പോയെങ്കിൽ നമ്മൾ പറയത്തില്ലേ, അതെനിക്ക് ശീലമായി, അതെങ്ങനെ പറയും? ഐ ആം യൂസ് ടു ഇറ്റ്. ഐ ആം
യൂസ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ശീലമായി എന്നാണ് അർത്ഥം. ഐ ആം യൂസ് ടു ഇറ്റ്. ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചിരിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം യൂസ് ടു ലിവിങ് അലോൺ. ഐ ആം യൂസ് ടു ലിവിങ് അലോൺ. ലീവ് അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഐ ആം യൂസ് ടു ലിവിങ് അലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ ശീലിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിലോ, അതായത് ഇതിൻ്റെ നെഗറ്റീവ്, ഐ ആം യൂസ് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമായി എന്നാണ്. അപ്പം ഐ ആം നോട്ട് യൂസ് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമില്ല അല്ലെങ്കിൽ ഞാൻ ശീലിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. സോ ഞാൻ അധികം സംസാരിച്ച് ശീലിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഐ ആം നോട്ട് യൂസ് ടു ടോക്കിംഗ് ടു മച്ച്. ഐ ആം നോട്ട് യൂസ് ടു ടോക്കിംഗ് ടു മച്ച്. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ടോക്ക് ടു മച്ച് എന്ന് പറഞ്ഞാലോ അധികം സംസാരിക്കുക. സോ അധികം സംസാരിച്ച് ശീലിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഐ ആം നോട്ട് യൂസ് ടു ടോക്കിംഗ് ടു മച്ച്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉടനെ ചെയ്യുക എന്ന് പറയത്തില്ലേ, അപ്പം അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് റൈറ്റ് അവേ. റൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നാണ് മീനിങ്. സോ ഉടനെ ചെയ്യുക എന്നെങ്ങനെ പറയും? ഡു ഇറ്റ് റൈറ്റ് അവേ. ഡു ഇറ്റ് റൈറ്റ് അവേ. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. സോ ഡു ഇറ്റ് റൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ അത് ഉടനെ ചെയ്യുക എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ ഉടനെ പോയി അവനെ വിളിക്ക്. അതെങ്ങനെ പറയും? ഗോ ആൻഡ് കോൾ ഹിം റൈറ്റ് അവേ. ഗോ ആൻഡ് കോൾ ഹിം റൈറ്റ് അവേ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, കോൾ ഹിം എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുക എന്നാണ്. സോ ഉടനെ പോയി അവനെ വിളിക്കുക എന്ന് പറയാനാണ് ഗോ ആൻഡ് കോൾ ഹിം റൈറ്റ് അവേ. ഇനി അടുത്തത് ഞാൻ നാളെ പുറപ്പെടുന്നു. ഇതെങ്ങനെ പറയും? ഐ ആം ലീവിങ് ടുമോറോ. ഐ ആം ലീവിങ് ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ്. ലീവ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. സോ ഐ ആം ലീവിങ് ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പുറപ്പെടുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. ഇത് നാളത്തെ കാര്യമല്ലേ, അതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസിലല്ലേ പറയേണ്ടതെന്ന് അല്ലേ? പക്ഷേ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഞാൻ നിനക്കായി കാത്തു നിൽക്കുന്നു. അതെങ്ങനെ പറയും? ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക എന്നാണ്. ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്കായി. സോ ഞാൻ നിനക്കായി കാത്തു നിൽക്കുന്നു എന്നെങ്ങനെ പറയും? ഐ ആം വെയിറ്റിംഗ് ഫോർ യു. അടുത്തത് എനിക്ക് ഉറപ്പില്ല. അതെങ്ങനെ പറയും? ഐ ആം നോട്ട് ഷുവർ. ഐ ആം നോട്ട് ഷുവർ. ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ്. അപ്പോൾ ഉറപ്പില്ല എന്ന് പറയാനാണ് നോട്ട് ഷുവർ എന്ന് പറഞ്ഞത്. സോ എനിക്ക് ഉറപ്പില്ല എന്നെങ്ങനെ പറയും? ഐ ആം നോട്ട് ഷുവർ. ഇനി അടുത്തത് ഞാൻ പിന്നീട് തിരികെ വിളിക്കാം അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാം. അതെങ്ങനെ പറയും? ഐ വിൽ കോൾ ബാക്ക് ലേറ്റർ. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്തത്. ഐ വിൽ കോൾ ബാക്ക് ലേറ്റർ. കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിക്കുക എന്നാണ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. സോ ഞാൻ പിന്നീട് തിരികെ വിളിക്കാം എന്ന് പറയാനാണ് ഐ വിൽ കോൾ ബാക്ക് ലേറ്റർ. ഇനി അടുത്തത് ഞാൻ നിന്നെ ചൊവ്വാഴ്ച വിളിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ കോൾ യു ഓൺ ട്യൂസ്ഡേ. ഐ വിൽ കോൾ യു ഓൺ ട്യൂസ്ഡേ. ഒരു ദിവസം പറയുമ്പോൾ നമ്മളെപ്പോഴും ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ വിൽ കോൾ യു ഓൺ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ചൊവ്വാഴ്ച നിന്നെ വിളിക്കാം എന്നാണ് മീനിങ്. ഇനി അടുത്തത് നീ വിളിച്ചെന്ന് ഞാൻ അവനോട് പറയാം. അതെങ്ങനെ പറയും? ഐ വിൽ ടെൽ ഹിം യു കോൾഡ്. ഐ വിൽ ടെൽ ഹിം യു കോൾഡ്. ഐ വിൽ ടെൽ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറയാം എന്നാണ്. യു കോൾഡ് എന്ന് പറഞ്ഞാൽ നീ വിളിച്ചെന്ന്. സോ നീ വിളിച്ചെന്ന് ഞാൻ അവനോട് പറയാം എന്നെങ്ങനെ പറയും? ഐ വിൽ ടെൽ ഹിം യു കോൾഡ്. ഇനി അടുത്തത് സത്യത്തിൽ അതെനിക്ക് ഇഷ്ടമല്ല. അതെങ്ങനെ പറയും? ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ എന്നുള്ള മീനിങ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമില്ല എന്നാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ് അർത്ഥം. സോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.